ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. സൺഡേ ആയതുകൊണ്ട് ഇന്ന് ആർക്കും പോകണ്ട. അതുകൊണ്ട് തന്നെ ആരും എണീറ്റിട്ടുമില്ല. അവധി ദിവസങ്ങളിൽ പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള അത്രയും ഉറങ്ങട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും. അവർക്കിപ്പോഴല്ലേ അവരുടെ ഇഷ്ടത്തിന് ഉറങ്ങാനും എണീക്കുവാനും ഒക്കെ പറ്റുള്ളൂ. ഞാനും താമസിച്ച് തന്നെ എണീറ്റത്. എന്നും രാവിലെ ഈ ജനൽ വഴി പുറത്തേക്കൊരു നോക്കൽ അതൊരു പതിവാണ്. എന്നിട്ട് പത്രം വന്നോ നോക്കി പത്രവും എടുത്ത് പത്രവായനയും കഴിഞ്ഞു. അവധി ദിവസം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു വിട്ട ശേഷം പതിയെയാണ് പത്രം വായന. കുറച്ച് സമയം അവിടെയും ഇവിടെയുമൊക്കെ താങ്ങി തൂങ്ങിയിരുന്നു. ഇനി അടുക്കളയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫ്രിഡ്ജിലിരുന്ന മാവിനെ എടുത്ത് പുറത്തു വെച്ചു. ഇവിടെ രാവിലെ മിക്കവാറും കട്ടൻ ഇടാറാണ് പതിവ്. കട്ടനിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചങ്ങ് വെച്ചിരുന്നാൽ എണീക്കുന്നവർ വന്ന് ഒഴിച്ച് കുടിച്ചോളും. ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത മാവിൽ നിന്ന് ഇന്നത്തെ ആവശ്യത്തിനേക്കുള്ള മാവ് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ബാക്കി അതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അല്ലെങ്കിൽ മാവ് പുളിച്ചു പോകും. മാറ്റി വെച്ച മാവിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി അതിനെ അങ്ങ് ഒതുക്കി വെച്ചു. ഇനി ചമ്മന്തിക്കുള്ള തേങ്ങയെടുത്ത് തിരുവി വയ്ക്കാം. തേങ്ങയും തിരുവി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ട് ഇഞ്ചിയും ഇട്ടപ്പോഴാണ് കറിവേപ്പില എടുത്തതിലില്ല എന്ന് മനസ്സിലാക്കിയത്. പിന്നെ എന്തായാലും പുറത്ത് പോവുകയല്ലേ, പേസ്റ്റും കൂടി അങ്ങ് തട്ടി വയ്ക്കാമെന്ന് വെച്ചു. വേസ്റ്റും കളഞ്ഞ് കറിവേപ്പില എടുത്ത് ഞാനിങ്ങ് കയറി. ഇവിടെ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് കറിവേപ്പില തൈകളുണ്ട്. വേനലായതുകൊണ്ട് ഇപ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ചമ്മന്തി അരയ്ക്കാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയെല്ലാം മാറ്റി കുറച്ച് മുളക് പൊടിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് അരച്ചെടുത്തു. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അരച്ച ചമ്മന്തിയെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിനെ കടുവറുത്തെടുക്കാം. ചമ്മന്തി എടുക്കാനുള്ള തവി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ രണ്ട് കൈയും വെച്ച് അതിനെ അങ്ങ് അരിച്ചെടുത്തു. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ചേർത്തു. കുറച്ച് ഉള്ളി അരിഞ്ഞതും കടുകും കറിവേപ്പിലയും ഇട്ട് ചമ്മന്തി കടുവറുത്തെടുത്തു. ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ.
ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇഡലി തട്ടിലെല്ലാം കുറച്ച് എണ്ണ ഉരുട്ടിയെടുത്തു. അതിലേക്ക് മാവും കോരി ഒഴിച്ച് അതിനെ അടുപ്പത്താക്കി. ഇഡലി വെന്ത് കഴിഞ്ഞ് അതിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം പുറത്ത് കുടഞ്ഞു കൊടുത്താൽ ഇഡലി പെട്ടെന്ന് ഇളകി വരും. ചൂട് മാറിയ ശേഷം ഇഡലിയെല്ലാം പാത്രത്തിലേക്ക് മാറ്റി. ഇതിനിടയ്ക്ക് ശ്രീഭാഗ്യ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് രാവിലെ മരുന്ന് കൊടുക്കാനുണ്ട്. എന്നും രാവിലെ എണീക്കുമ്പോൾ കുറേ തവണ തുമ്മലുണ്ട് അവൾക്ക്. അങ്ങനെ ഇന്നലെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് അലർജിക്കുള്ള മരുന്ന് തന്നു. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അങ്ങനെ 3 നേരമായിട്ട് മരുന്ന് കൊടുക്കാനുണ്ട്. അങ്ങനെ അതിനെ കലക്കി രാവിലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ ചെയ്തോളാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അവിടെ തട്ടി വെച്ചിട്ട് അവൾ പോയി. പിന്നെ ഞാൻ കലക്കി വെച്ചു. ചേട്ടനും കാപ്പി കൊടുത്തു, ശ്രീഭാഗ്യയും കാപ്പി കുടിച്ചു, ഞാനും കാപ്പി കുടിച്ചു. ഇനി ശ്രീനിധി മാത്രമേ കാപ്പി കുടിക്കാനുള്ളൂ. അവധി ദിവസമാകുമ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ആക്കി എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കാനാണ് തോന്നുന്നത്. പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിനിടയ്ക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു സ്റ്റെപ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പിള്ളേർക്ക് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂടാകുമ്പോഴത്തേക്ക് അവർ കുടിക്കാൻ മടിക്കും. ഇത് രാവിലെ അടുത്ത സ്റ്റെപ്പ് ചൂടാക്കാൻ വെക്കുന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് ഇവിടെയൊക്കെ തൂത്തിട്ടത് കൊണ്ട് രാവിലെ അങ്ങ് തുടച്ചേക്കാമെന്ന് വെച്ചു.
മഴയുള്ള ടൈമിൽ തൂക്കാൻ പറ്റില്ല. ഈ തറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരും പോലെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശം കാണും. ഇപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ഞാനും തുടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഭാഗ്യ വന്നിട്ടുണ്ട്. പിന്നെ ആ ഹോള് മുഴുവൻ അവളാണ് തുടച്ചത്. ശ്രീനിധി ഇടയ്ക്ക് നിന്ന് കാര്യം പറയുന്നുണ്ട് പുറകിൽ നിന്നിട്ട്. ഈ വീഡിയോ അങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം, വോയിസ് കൊടുക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ള അരി റൈസ് കുക്കറിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ബാക്കി റൂമൊക്കെ പെട്ടെന്ന് ഞാൻ തുടച്ചെടുത്തു. കുളിയും കഴിഞ്ഞു. ഞാൻ തുടയ്ക്കാൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം ശ്രീഭാഗ്യ കാണിക്കുന്നുണ്ട്. അതാണ് മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കണം. ഇന്നലത്തെ ദാൽ കറി കുറച്ച് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. കുറച്ച് പോർക്കും ഇരിപ്പുണ്ട്. അതിനെ എടുത്ത് കറി വയ്ക്കണം. ശ്രീനിധ ഇപ്പോൾ കാപ്പി കുടിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പോർക്കും കറി വെച്ച് ഉച്ചകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റേതായ കുഴപ്പങ്ങൾ വീഡിയോയിൽ കാണാം. എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിർദ്ദേശങ്ങളും കമൻ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.